യുഎസുമായുള്ള വ്യാപാര ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വിറ്റ്സറിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുഎസ് പ്രതിനിധി സംഘം ഡിസംബർ 11-ന് അവസാനിപ്പിച്ച വ്യാപാര ചർച്ചകളുടെ 2 ദിവസത്തെ അവലോകനം നടത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫുകൾ കാരണം അടിയന്തരാവസ്ഥ വർദ്ധിച്ച സാഹചര്യത്തിൽ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അന്തിമമാക്കുന്നതിലാണ് ഇന്ത്യ യുഎസ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൊത്തം ഔട്ട്ബൗണ്ട് ഷിപ്മെന്റിന്റെ ഏകദേശം 18% വരുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമായി യുഎസ് തുടരുമ്പോഴും 50% വരെ തീരുവ കയറ്റുമതിക്കെതിരെ ഭീഷണിയുണ്ട്. താരിഫ് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നത് കരാറിന്റെ പ്രാരംഭഘട്ടം അവസാനിപ്പിക്കുന്നതിന് കേന്ദ്ര ബിന്ദുവായിരിക്കുമെന്ന് വ്യാപാര വിദഗ്ധർ പറയുന്നു. ബദാം, ചോളം, ആപ്പിൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവുകൾ നൽകാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കർഷകരുടെയും എംഎസ്ഇകളുടെയും താൽപര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് കൃഷി, പാലുൽപ്പന്നങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. ഫെബ്രുവരിയിൽ കരാറിനായുള്ള ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതുവരെ 6 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി. നിലവിലുള്ള $191 ബില്യൺ നിന്ന് 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയിലധികം $500 ബില്യൺ ഉയർത്തുക എന്നതാണ് വിശാലമായ ലക്ഷ്യം. ഗോയലിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചുകൊണ്ട് പരസ്പര താരിഫ് കുറയ്ക്കുന്നതിനുള്ള പ്രാരംഭ ചട്ടക്കൂട് കരാർ അന്തിമമാക്കുന്നതിന് ഇന്ത്യ വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അടുത്തിടെ പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക സമയപരിധി പാലിക്കാതെ തന്നെ ഒരു ഇടക്കാല ക്രമീകരണത്തിൽ എത്തിച്ചേരാനാണ് പോകുന്നത്. പാശ്ചാത്യ സമ്പദ് വ്യവസ്ഥകളുമായുള്ള ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇടപെടലിനെക്കുറിച്ചും ഗോയൽ അടിവരയിട്ടു. ഓസ്ട്രേലിയയ്ക്കും യുകെയ്ക്കും ശേഷം ഇന്ത്യ FTAയിൽ പങ്കുവച്ച് 5 ഐസ് ഗ്രൂപ്പിലെ 3ാമത്തെ അംഗമാണ് ന്യൂസിലാൻഡെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാനഡയുമായും ഞങ്ങൾ ഉടൻ തന്നെ റഫറൻസ് നിബന്ധനകളെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന തന്ത്രപരമായ പ്രാധാന്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യ ന്യൂസിലാൻഡ് FTA പ്രകാരം സാധനങ്ങൾക്ക് 100% ഡ്യൂട്ടി ഫ്രീ ആക്സസും IT, ടെലികോം, ടൂറിസം, നിർമ്മാണം എന്നിവയുൾപ്പെടെ 118 സേവന മേഖലകളിലേക്കുള്ള വിപുലമായ പ്രവേശനവും ഇന്ത്യ ഉറപ്പാക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് ഇരുപക്ഷവും പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേഗത്തിലുള്ള അംഗീകാരങ്ങളും നല്ല ഉൽപാദന രീതികളും പരസ്പര അംഗീകാരവും ഈ കരാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറുകൾ, സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ, ഗണ്യമായ വരുമാനമുള്ള രാജ്യങ്ങൾ, വലിയ വിപണി അവസരങ്ങൾ എന്നിവ തന്ത്രപരമായി 2047 വികസിത ഭാരതം എന്ന ഇന്ത്യയുടെ ദർശനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. വളരെയധികം സംരക്ഷണവാദം നിലനിൽക്കുന്ന ലോകത്ത് ഇന്ത്യ കൂടുതൽ വ്യാപാരം നടത്തുകയും AFTകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കയറ്റുമതിയിൽ വർധനവിന് കാരണമാകുന്നു. ഇത് നമ്മുടെ കർഷകർ, വ്യാപാരികൾ, കയറ്റുമതിക്കാർ, MSEകൾ എന്നിവരുടെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.